വിഴിഞ്ഞം അടിയന്തര ചർച്ചയിൽ അടവുകൾ പയറ്റി മുഖ്യമന്ത്രി. എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി മാന്യൻ. സമരക്കാർ സർവത്ര കുഴപ്പക്കാർ. 4 മാസങ്ങളായി വിഴിഞ്ഞത്ത് നടന്നു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യാൻ 2 മണിക്കൂർ ചർച്ചയ്ക്കായി മാറ്റിവെച്ചുവെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. കോവളം MLA എ വിൻസെന്റ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ തുടർന്നാണ് സഭ നിർത്തിവെച്ച വിഴിഞ്ഞം വിഷയം ചർച്ച ചെയ്തത്. വിഴിഞ്ഞം നിയമസഭാ ചർച്ചയിൽ മത്സ്യത്തൊഴിലാളികളുടെ യാതനകൾ എണ്ണി വിവരിച്ച കോവളം MLA എം വിൻസെന്റിന്റെ പ്രസംഗം നിയമസഭയെ അക്ഷരാർത്ഥത്തിൽ ദുഃഖത്തിലാഴ്ത്തി. വലിയ തുറയിലെ സിമന്റ് ഗോഡൌണിൽ 4 വർഷമായി ആളുകൾ കിടക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ച വിൻസെന്റ് ഉന്നയിച്ച ചോദ്യങ്ങൾ നിയമസഭയിൽ മത്സ്യത്തൊഴിലാളികളുടെ ദൈന്യതയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും അതിജീവന സമരത്തെ വില കുറച്ച് കണ്ട സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകളെ പ്രതിരോധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടുകളെ ശ്ലാഘിച്ച് സംസാരിച്ച ക്രൈസ്തവരായ ഭരണപക്ഷ MLA-മാരിൽ പ്രമുഖരായ മുൻ മന്ത്രി സജി ചെറിയാനും വി ജോയിയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയത്. വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം കൊടുത്ത സഭാ നേതാക്കന്മാർക്കെതിരെ പ്രകോപനപരമായ ഒളിയമ്പുകൾ തൊടുക്കുന്നതിൽ ഭരണപക്ഷത്തിൻ്റെ താൽപ്പര്യം അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. വിഴിഞ്ഞത്തെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഫോർമുലകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മുമ്പോട്ട് വച്ച ആവശ്യങ്ങൾ മിക്കതും അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളടക്കം കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും യാതൊന്നിനും മുട്ടില്ലാത്ത വിധത്തിലുള്ള LDF സദ്ഭരണത്തിനിടയ്ക്ക് യാതൊരു കാരണവുമില്ലാതെയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 140-ലധികം ദിവസങ്ങൾ സമരവും പ്രകോപനവും കലാപവും ഒക്കെ ഉണ്ടാക്കിയതെന്നാണ് മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും അതുവഴി ഉണ്ടാകുന്ന നാടിൻ്റെ വികസനത്തിനും ഒരിക്കലും എതിര് നിന്നിട്ടില്ലാത്ത മത്സ്യത്തൊഴിലാളികളെ വികസന വിരോധികളെന്നും രാജ്യദ്രോഹികളെന്നും വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നതെന്ന ഭരണപക്ഷത്തിൻ്റെ വിവിധ വേർഷനുകളിലൂടെ വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുകയുമാണ്. ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നതിന് പകരം ക്രൈസ്തവ വിരുദ്ധ നിലപാടുള്ളവരുടെ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് കാര്യങ്ങൾ 4 മാസത്തോളം വഷളാക്കിയിട്ട് സമരം തുടങ്ങി 3-ാം ദിവസം തന്നെ ചർച്ചയ്ക്ക് വിളിച്ചെന്ന് ഇപ്പോൾ പറയുന്നത് തികച്ചും അപഹാസ്യമാണ്. പദ്ധതി മുഖാന്തരം തീരശോഷണം ഉണ്ടാകില്ലെന്ന് കയ്യിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി തീരശോഷണമെന്ന പച്ച പരമാർത്ഥത്തെ ഒരിക്കലും അംഗീകരിക്കാൻ മനസ്സില്ലാതെ വീണ്ടും ആ ഭീകര യാഥാർത്ഥ്യത്തെ തമസ്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ പ്രതിഭാസത്തിനിരയായി വീട് നഷ്ടപ്പെട്ട് ഗോഡൌണുകളിൽ പുനരധിവാസം കാത്തു പാർക്കുന്ന കുടുംബങ്ങളുടെ യാതനകൾ ഒരു പ്രഹേളികയായി മാറുകയാണെന്ന് പറയാതെ വയ്യ. നാടിൻ്റെ വികസനത്തിന് ത്യാഗപൂർണമായ പിന്തുണ നൽകി വരുന്ന ലത്തീൻ സഭയുടെ സമർപ്പണത്തെ ശ്ലാഘിക്കുമ്പോഴും സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള അടവും ചർച്ചയിൽ മുഖ്യമന്ത്രി പയറ്റി. താൻ മാത്രം മാന്യനെന്നും സമരക്കാർ സർവത്ര കുഴപ്പക്കാരാണെന്നും സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രി സമയം വിനിയോഗിച്ചത്. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം. അതിജീവനത്തിനു വേണ്ടി സമരം ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളും മുഴുവൻ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയണം. ഇത് സംബന്ധിച്ച് ഒരു പ്രശ്നവും ആവർത്തിക്കാതിരിക്കുകയും വേണം. മോണിറ്ററിംഗ് കമ്മിറ്റി ഈ കാര്യങ്ങൾ നിരന്തരം പരിശോധിക്കണം. ഇതാണ് ഈ വേളയിലും മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്.